പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തിലാണ് ഇവിടുത്തുകാർ. അവർക്ക് ഇനി എല്ലാ ദിവസവും ഈ പാലത്തിലൂടെ യാത്ര ചെയ്യാം. മുൻപെല്ലാം പ്രദേശവാസികൾക്ക് പല ഇടങ്ങളിലും കഴിയേണ്ടതായി വന്നിരുന്നു. വൈകി വരികയാണെങ്കിൽ അവർ വഴിയിൽ കിടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനൊക്കെ എന്നുള്ളതാണ്. എന്തായാലും ചേട്ടാ സന്തോഷമായാ? സന്തോഷമായി ഹാപ്പിയായി എല്ലാവർക്കും ഹാപ്പിയായി. നല്ല ജീവിതത്തിന്റെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തല്ലോ. അത് തന്നെയാണ്. ഈ വലിയ ഒരു വെയിലായിരുന്നു. ആ വെയിലൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു വെയിലായിരുന്നു. വെയിലൊന്നും ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് പാലം വന്നതിന്റെ സന്തോഷം. അത് ഈ കൊച്ചിന് എന്താ പറയാനുണ്ട്? എന്താണ് എങ്ങനെയുണ്ടമ്മ ഈ വെയിലൊക്കെ? ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു പ്രശ്നമില്ല. ഞങ്ങൾ സുഖമായിട്ട് നിന്ന് കാണുകയാണ് മന്ത്രി പോണതൊക്കെ. അതിൽ നല്ല കാര്യമല്ലേ അത് കാണേണ്ടത്? കുറേ നാളുകളായി കാത്തിരുന്ന ഒരു കാര്യം സഫലമായതാണ്. സന്തോഷമായോ? സന്തോഷമായി പാലം വന്നതോടുകൂടി സന്തോഷമായി. അത് തന്നെയാണ്. എന്തായാലും ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമായി. അമ്മ വെയിലൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു? ഇല്ല, ഒരു പ്രശ്നമില്ലായിരുന്നു. കാരണം കണ്ടു. അതെ, അതിനുവേണ്ടി തന്നെ വന്ന് കാത്തിരുന്നു. അതെ മണിക്കൂറുകളോളം കാത്തിരുന്നു. അതെ, ഞങ്ങൾ 11 മണിയായപ്പോൾ വന്നതായിരുന്നു. ഇനി എല്ലാ ദിവസവും പാലത്തിലൂടെ നടക്കാം. സന്തോഷമായി. സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു സനീഷ്. വളരെ സന്തോഷമാണ്. ഞങ്ങളുടെ പെരുമ്പളക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു പാലം. ഇത് ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ പെരുമ്പളക്കാർക്ക് കിട്ടുമെന്ന് ഓർത്തതല്ല. അത് ഞങ്ങൾ LDF സർക്കാരിൻ്റെ ഇതിലൂടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ലൊരു പാലം കിട്ടി. ഞങ്ങളുടെ ഒരുപാട് നാളത്തെ യാത്രാക്ലേശത്തിനൊക്കെ പരിഹാരമായി. ഞങ്ങളുടെ ഒരുപാടുള്ള വള്ളത്തിലുള്ള ഒരുപാട് മഴയും അങ്ങനെ വെയിലും കൊണ്ട് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ സുഹൃത്തുക്കളും ഞങ്ങളൊക്കെ ഒരുപാട് അക്കരയിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ രാത്രികാലങ്ങളിലൊക്കെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു അറുതി വന്ന് ഞങ്ങൾക്ക് നല്ലൊരു കാലം വന്ന് അത് LDF സർക്കാരിലൂടെ പിണറായി വിജയനും ആ സർക്കാരിന് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവിധ നന്ദി അറിയിക്കുകയാണ് പെരുമ്പളക്കാർ എന്നുള്ളതിൽ. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. കാരണം കാലങ്ങളോളം അവർ അനുഭവിക്കേണ്ടി വന്ന ഒരു ദുരിതം. നേരത്തേക്ക് നമ്മൾ സംസാരിച്ചപ്പോൾ പല മനുഷ്യരും പറഞ്ഞത് അവർ കാലങ്ങളോളം അനുഭവിച്ച ഒരു ദുരിതമാണ്. അതൊക്കെ അവസാനിച്ചിരിക്കുന്നു. ഇങ്ങനൊരു പാലം, ആ പാലം യാഥാർത്ഥ്യമായപ്പോൾ ഓരോ മനുഷ്യർക്കും അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. പെരുമ്പളം എന്ന് പറയുന്ന 6.5 കിലോമീറ്റർ നീളവും 2 കിലോമീറ്റർ വീതിയുമുള്ള 10,000 മനുഷ്യർ മാത്രം താമസിക്കുന്ന ആ ദ്വീപ് കേരളത്തിലാകമാനമുള്ള ഒരു വലിയ ദ്വീപാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയം എന്ന് പറയുന്നത്. ഈ വാഹനം നമുക്ക് കാണാം. അഫ്സൽ, ഈ വാഹനത്തിൽ ഒന്ന് യാത്ര ചെയ്ത് ഒന്ന് കാണിച്ചു കൊടുത്താൽ വലിയ നല്ല ഭംഗിയായിരിക്കും. ചേട്ടാ, ക്യാമറമാൻ ഒന്ന് കയറട്ടെ. ചേട്ടാ ഒരു മിനിറ്റ്, ഞാനും കൂടി ഒന്ന് കയറിയേക്കാം. അഫ്സൽ, അതിൽ യാത്ര ചെയ്തോ? സനീഷ്, ഇത് കാണേണ്ട ഒരു കാഴ്ചയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഈ പാലത്തിലൂടെ ഇങ്ങനെ നമുക്കിപ്പോൾ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മറ്റ് വാഹനങ്ങളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ 2 വീലറിൽ കയറി യാത്ര ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു പോകുക എന്നുള്ളതാണ്. അല്ലാതെ വേറെ രക്ഷയില്ല അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ. കാരണം വലിയ ജനക്കൂട്ടമാണ്. 5000 ആളുകളെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല. 10,000-ലധികം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. വന്ന ആളുകളെല്ലാം ആവേശത്തിലാണ്. മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് ഇടങ്ങളിൽ നിന്നുമെല്ലാം എത്തിയ ആളുകൾ, അവർക്കൊക്കെ ഒരു ആവേശമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. കാണാം, നമ്മുടെ ക്യാമറമാൻ തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നത് വലിയ റിസ്ക് എടുത്തുകൊണ്ടാണ്. പക്ഷേ അതല്ല, ഇന്നത്തെ ദിവസം ഈ ദൃശ്യങ്ങൾ കാണിക്കേണ്ട ഒരു ദൃശ്യമാണ്. കാരണം ഈ പാലം തന്നെ എന്തൊരു ഭംഗിയുള്ള ഒരു പാലമാണ്. മഴവിൽ കളറിലാണ് അതിൻ്റെ തൂണുകളൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാണുന്നത് പോലെ മഴവിൽ കളറിൽ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കാഴ്ച, അതൊക്കെ ഭയങ്കര ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. ആ കാഴ്ചയൊക്കെ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ആവേശമുണ്ടാക്കുന്ന, അവർക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച. ആ കാഴ്ചയിലൂടെയാണ് നമ്മൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഒരു പാലം, ഇതൊരു ചെറിയ പദ്ധതിയായി നമുക്ക് കാണാൻ കഴിയില്ല. ഇതൊരു സ്വപ്ന സാക്ഷാത്കാരത്തിനപ്പുറം ഒരു അത്ഭുതമായി തന്നെ കാണേണ്ടി വരും. കാരണം മുൻപുണ്ടായിരുന്ന പല സർക്കാരുകളും മാറി വന്ന ഭരണാധികാരികളൊക്കെ ഇവിടെ വന്ന് നോക്കിയിരുന്നു. പെരുമ്പളത്ത് ഒരു പാലത്തെക്കുറിച്ച്, പാലം യാഥാർത്ഥ്യമാണോ എന്നുള്ളതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അന്നൊക്കെ അവർ പറഞ്ഞിരുന്നത് ഇത് യാഥാർത്ഥ്യമല്ല. കാരണം ഇത്രയും ചെറിയ ഒരു സ്ഥലത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇത്രയും ചെറിയൊരു ജനതയ്ക്ക് വേണ്ടി ഇത്രയധികം തുക അത് ചെലവഴിക്കുക എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമല്ല. പ്രത്യേകിച്ചും 100 കോടിയിലധികം രൂപ ചെലവഴിച്ച് ഒരു പാലം നിർമ്മിക്കുക, 1 കിലോമീറ്ററിലധികം നീളം വെച്ചുകൊണ്ടൊരു പാലം നിർമ്മിക്കുക, വേമ്പനാട്ട് കായലിന് കുറുകെ ഒരു പാലം നിർമ്മിക്കുക. നമുക്ക് തന്നെ അറിയാം, സംസ്ഥാനത്ത് കായലിന് കുറുകെയുള്ള ഏറ്റവും വലിയ പാലങ്ങളിലൊന്നാണ് ഈ കാണുന്ന പാലം.
അതുകൊണ്ട് തന്നെ എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അധികം മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം മുന്നോട്ട് പോക്ക് ഇപ്പോൾ വാഹനം പകുതി വെച്ച് തടഞ്ഞിരിക്കുകയാണ്. എങ്കിലും നമ്മൾക്ക് കാര്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾക്ക് പാലത്തിൻ്റെ ഒത്ത മധ്യത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വളരെ ഭംഗിയായ ഒരു സ്ഥലം, അതിമനോഹരമായ ഒരു കാഴ്ച. ആ കാഴ്ചയ്ക്ക് കൂടിയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഈ രാവിലെയെല്ലാം ആളുകൾ നടക്കാനിറങ്ങുമ്പോഴൊക്കെ കാണേണ്ട ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ചും സംസ്ഥാനത്തിൻ്റെ ഒരു ടൂറിസം പദ്ധതിക്കൊക്കെ ഇതൊരു മുതൽക്കൂട്ടായി മാറുമെന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. കാരണം അത്രയും മനോഹരമായ ഒരു കാഴ്ചയാണ്, നമ്മളെല്ലാവരും വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഈ പറയുന്നത് പോലെ തന്നെ ഈ പാലത്തെ സംബന്ധിച്ചോളം, പെരുമ്പളം ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അതിമനോഹരമായ ആ ഒരു കാഴ്ച ദൃശ്യം തന്നെ ഇതാ കാണാം. ഇത് ആലപ്പുഴ ജില്ലയിലാണ് പെരുമ്പളം ദ്വീപെങ്കിലും എറണാകുളത്തെയും കോട്ടയത്തെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടത്തുകാർക്കൊക്കെ പരിചിതമായിട്ടുള്ള ഒരിടം കൂടിയാണ് ഈ പറയുന്ന പെരുമ്പളം പാലം എന്ന്